2026 ബഞ്ചിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കോസ്മെറ്റിക്കായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ എഞ്ചിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കളർ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ. അതിൽ വന്നിരിക്കുന്ന കളറിലല്ല, എഞ്ചിൻ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ എഞ്ചിൻ. നമ്മൾ CRIയിൽ വന്നപ്പോൾ ഒരു ടർബോ എഞ്ചിൻ കൊണ്ടുവന്നു. അത് 1.5 ആയിരുന്നെങ്കിൽ ഇത് 1.2 ലിറ്റർ വരുന്ന നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതാ ഈ ഇരിക്കുന്നത്, ഈ കണ്ണാടിക്കകത്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 120 BHP ആണ് 5500 RPM ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ടോർക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 170 mm വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ. അതൊരു 1750 to 4000 RPM BTവിലാണ് നമുക്ക് ആ ഒരു ടോർക്ക് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് തൽക്കാലം മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ മേറ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മുടെ പഞ്ചിനോടൊപ്പം നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ. അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻസി, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയാൻ സാധിക്കില്ല, കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്കില്ല. അത്യാവശ്യം അടിപൊളിയായിട്ട് നല്ല ഫിനിഷ്ഡ് ലുക്കിൽ നമുക്ക് എഞ്ചിൻ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. വണ്ടിക്ക് ഇരിക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇതാണ് എഞ്ചിൻ. നമുക്ക് ഈ ഒരു പഞ്ചിനകത്ത് ഈ കാണുന്ന എഞ്ചിൻ അവൈലബിൾ ആണ് കേട്ടോ.